ഈശ്വരൻ ശക്തിയായിട്ട് ഹല്ലേലൂയ വരിക. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് തിയറിയുടെ പ്രശ്നങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റേഡിയോ ആക്റ്റീവായിട്ടുള്ള 3 ഐസോട്ടോപ്പുകളാണുള്ളത്. കാർബൺ, C4, അതുപോലെ തന്നെ പൊട്ടാസ്യം, അതുപോലെ തന്നെ യുറേനിയം. അതായത് C12 എന്നിട്ടുള്ള ഐസോട്ടോപ്പ് C14 ആവാനുള്ള സമയവും, പൊട്ടാസ്യം എന്നുള്ള ഐസോട്ടോപ്പ് ആർഗൺ ആവാനുള്ള സമയവും, യുറേനിയം ഐസോട്ടോപ്പ് എടുത്തിട്ട് ലെഡ് ആവാനുള്ള സമയമാണ് ഈ ഡേറ്റിംഗ് തിയറീസിൻ്റെ മാനദണ്ഡം. ഈ ഡേറ്റിംഗ് തിയറികൾക്കൊക്കെ 5 അസംഷൻസ് ഉണ്ട്, അതായത് 5 ഊഹാപോഹങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഈ ഡേറ്റിംഗ് തിയറിയൊക്കെ ചെയ്യുമ്പോൾ സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഇതിൻ്റെ അളവ്, ആദ്യമേയുള്ള അളവ് സെയിം ആയിരിക്കും എന്നുള്ള ഇവർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ഊഹാപോഹം എന്ന് വെച്ചാൽ ചിതലിക്കൽ, അതായത് ഇതിൻ്റെ ഡീഗ്രേഡ്, അതായത് ഈ C12 C14 ആവാനുള്ള നിരക്ക് ഒരേപോലെ ആയിരിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ വിശ്വാസത്തെ. മൂന്നാമത്തെ വിശ്വാസത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് C അല്ലെങ്കിൽ C14 C12 ആഡ് ആവുന്നില്ല, അല്ലെങ്കിൽ യുറേനിയം പൊട്ടാസ്യം ആഡ് ആവുന്നില്ല. അങ്ങനത്തെ ഒരു വിശ്വാസമാണ് രണ്ടാമത്തെ വിശ്വാസം. ആർഗണും ലെഡോ ഒന്നും ആഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഇവർ മൂന്നാമത്തെ വിശ്വാസം. ഓക്കെ. നാലാമത്തെ വിശ്വാസം തന്നെ മലിനീകരണം ഇല്ല, അതിൽ ഇതിലേക്ക് വേറൊരു പൊല്യൂഷൻ ഇല്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നാലാമത്തെ വിശ്വാസത്താ. പിന്നെ അഞ്ചാമത്തെ വിശ്വാസം സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷം. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. 5 ഊഹാപോഹങ്ങളാണ് ഈ ഡേറ്റിംഗ് തിയറീസ് എല്ലാത്തിനും ഉള്ളത്. റേഡിയോ ആക്റ്റീവ് തിയറീസുകൾക്ക് 5 ഊഹാപോഹങ്ങളാണ് ഉള്ളത്. ഇതെങ്ങനെയാണ് ഇതേപോലെ ഉണ്ടാവുക? 5 ഊഹാപോഹങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും? 5 എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള അളവ്, പിന്നെ ഈ ഇതിൻ്റെ ഡീഗ്രേഡ്, അതൊരു വേറൊന്നും ആഡ് ആവണില്ല എന്നുള്ളൊരു വിശ്വാസം. മൂന്നാമത്തത് ഇതിലേക്ക് വേറെ പൊല്യൂഷൻസ് ഇല്ല. പിന്നെ അന്തരീക്ഷം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷം. ഇതൊക്കെയാണ് ഈ 5 വിശ്വാസം വെച്ചിട്ടാണ് ഡേറ്റിംഗ് തിയറിയുടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ വലിയ ഇമ്പാക്റ്റാണ് ഈ ഡേറ്റിംഗ് തിയറീസിൽ ഉണ്ടാക്കുക. അതായത് ചെറിയ ഒരു അളവ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ചില ബില്യൺസിന് എന്നുള്ള റേറ്റ് കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ഊഹാഭാഗങ്ങൾ വെച്ച് 5 ഊഹാഭാഗങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ 5 ഊഹാഭാഗങ്ങളും ഓക്കെ ആണെന്ന് വിശ്വസിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ 5 സെയിം ആവാനുള്ള, അല്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാധ്യത എത്രയുണ്ട്? അങ്ങനെ നോക്കുമ്പോൾ ഇമ്പോസിബിളാണ്. ഈ 5 കാര്യങ്ങൾ, 5 അസംഷൻസ് ഉണ്ടാവാനായിട്ട്, അത് സ്റ്റഡി ആയി നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് നമുക്ക് കാണാൻ പറ്റില്ല ഈ ലോകത്തിൽ. എങ്ങനെ സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും? എല്ലാ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണ് നമുക്കുള്ളത്. ബില്യൺസ് ഓഫ് ഇയേഴ്സൊക്കെ കാലങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെയൊക്കെ ശരിയാവുക? എങ്ങനെയൊക്കെ ആൾക്കാർ വിശ്വസിച്ച് പോവാണ് ഈ ഡേറ്റിംഗ് തിയറീസൊക്കെ? അപ്പോൾ ഡേറ്റിംഗ് തിയറിയൊക്കെ വെറും പൊട്ടത്തരാണ്. അത് മുത്തശ്ശി കഥകൾ പെട്ടുള്ള സംഗതിയാണ്. പണ്ടേ സംഗതികളിൽ അതാണ്. ഈശോ നമുക്ക് ആരാധിക്കാൻ സ്നേഹിക്കാം. കുർബാന 10 സ്ത്രീയും അല്ലേ ആവാൻ പറ്റുക.